DYFI സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച മിസ എന്ന നാടകം ഇടതുപക്ഷ വിരുദ്ധരും സംഘപരിവാർ അനുകൂലികളും തെറ്റായി പ്രചരിപ്പിക്കുന്നതിനെതിരെ DYFI രംഗത്ത്. അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയ പീഡനം നേരിട്ട നാടക പ്രവർത്തകയും എഴുത്തുകാരിയുമായ സ്നേഹലത റെഡ്ഡിയെക്കുറിച്ചാണ് ഈ നാടകം. നാടകത്തിലെ ചില ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. 2 ദിവസം മുൻപാണ് DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മിസ എന്ന നാടകം അരങ്ങേറിയത്. ചരിത്ര പ്രദർശന വേദിയായ EMS സ്ക്വയറിലായിരുന്നു നാടകം അവതരിപ്പിച്ചത്. 1975 അടിയന്തരാവസ്ഥ കാലത്ത് നാടകപ്രവർത്തകയായതിന്റെ പേരിലും എഴുത്തുകാരിയായതിന്റെ പേരിലും കൊടിയ പീഡനം നേരിട്ട വ്യക്തിയാണ് സ്നേഹലത റെഡ്ഡി. സ്നേഹലത റെഡ്ഡിയുടെ ജീവിതകഥ പറയുന്ന നാടകമാണ് മിസ. എന്നാൽ നാടകത്തിലെ കഥാപാത്രത്തിന്റെ ചില ചിത്രങ്ങൾ പങ്കുവച്ചാണ് സംഘപരിവാറും ഇടതുവിരുദ്ധരും സാമൂഹ്യ മാധ്യമങ്ങളിൽ അശ്ലീലം കലർത്തിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നവർ സ്നേഹലതയുടെയോ നാടകത്തിന്റെയോ ചരിത്രം പരിശോധിക്കാത്തവരാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. ചില ദൃശ്യങ്ങൾ മാത്രം അടർത്തിയെടുത്ത് DYFIയുടെ സമ്മേളനത്തിൽ ആളെ കൂട്ടാൻ വേണ്ടി ഇന്ന രൂപത്തിൽ അവതരിപ്പിച്ചു എന്നാണ് പ്രചരണം. യഥാർത്ഥത്തിൽ ആ നാടകത്തിൻ്റെ ചരിത്രം ഇത്തരം വിമർശകർ ആക്ഷേപിക്കുന്ന ആളുകൾ നോക്കണം. സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്ന ഒരു നാടക പ്രവർത്തക, എഴുത്തുകാരി, സാംസ്കാരിക പ്രവർത്തക, ആ സ്നേഹലത റെഡ്ഡി അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റുവാങ്ങേണ്ടി വന്ന പീഡനങ്ങൾ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ ഈ നാടകത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് ഇവിടെ ഒരു നാടകത്തിൽ കൂടി ഉണ്ടായിട്ടുള്ളത്. ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമത്തിൽ മോശമായാണ് നാടകത്തെ പ്രചരിപ്പിച്ചത്. അടിയന്തരാവസ്ഥ കാലം പ്രമേയമായ നാടകത്തെ പലരും സദാചാരത്തിന്റെ കണ്ണിലൂടെയാണ് നോക്കുന്നതെന്നും VK സനോജ് പറഞ്ഞു. കോഴിക്കോട് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്ററാണ് നാടകം അവതരിപ്പിച്ചത്. കൈരളി ന്യൂസ്, തൃശൂർ.